ഇത്ര സന്തോഷവാന്മാരായി ഇവരെ മുമ്പൊരിക്കലും ഞാൻ കണ്ടതേയില്ല. പിന്നീടാണ് മനസ്സിലായത് ഈ സന്തോഷത്തോടെ പോകുന്നത് കള്ളുഷാപ്പിലേക്കാണെന്ന്. കായലിൻ്റെ ഓരത്ത് ചേർന്ന് കിടക്കുന്ന ഈ മനോഹരമായ കള്ളുഷാപ്പ് മോന്താലാണ്. ഷാപ്പിൻ്റെ ഉള്ളിൽ കയറിയപാടെ ഇടത് സൈഡ് ചേർന്ന ഒരു വലിയ ബോർഡ് കാണാം. ആ ബോർഡിലാണ് അന്നത്തെ ഫുഡിൻ്റെ പേരും വിലയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഷാപ്പിൻ്റെ വിവരം കൈമാറുന്നത് ഈ കൊക്രം പറന്നു പോകുന്നവനാണ്. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്നതുപോലെ തോന്നിപ്പിക്കുന്നതാണ് കള്ളുഷാപ്പിൻ്റെ ഉൾവശം. പ്രായം കൊണ്ട് തളർത്താത്ത ഒരു മനുഷ്യനെയാണ് ഞങ്ങൾക്ക് സപ്ലയറായി ലഭിച്ചത്. അവിടെയുള്ള എല്ലാ ഫുഡും ഓർഡർ ചെയ്തെന്ന് തോന്നുന്നു. പാത്രത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന ചൊല്ലുന്നത് ഈ ഗോത്രത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. കുന്തല് കെട്ടിയിട്ടടകൂട നല്ല ഓരോ ചെറുപേര സവജ്ഞ വളകളുമാണ് ഈ ചമ്മ തന്നങ്കമാലേരചാലേരവദ്സ്മിത കൊടുവരുവും പൈതലേ കൈതൊഴുന്നേ. പ്രാർത്ഥന കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്നത് ഗോത്രമൂപ്പനായിരിക്കും. ഭക്ഷണം രുചിക്കുന്നത് വലിയ മൂപ്പനാണെങ്കിൽ കള്ള് രുചിച്ചു നോക്കേണ്ടത് ചെറിയ മൂപ്പനാണ്. ഇതാണ് ഞങ്ങളുടെ ചെറിയ മൂപ്പൻ. ചെറിയ മൂപ്പൻ കള്ളു കുടിച്ച് തൊട്ടുനാക്കി വലത്തോട്ട് തിരിഞ്ഞ് ഇടത് കൈ നെറ്റിയിൽ വെച്ച് നേരെ നോക്കിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് കള്ളു കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. കള്ളും കപ്പയും മീനും മീൻ പൊരിച്ചതുമെല്ലാം നല്ല രുചിയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ലഹരി തലക്ക് പിടിച്ചോ എന്നറിയണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കിയിട്ടാണ് മൂപ്പൻ മനസ്സിലാക്കുന്നത്. ഇത് കണ്ടാൽ ചെറിയ മൂപ്പൻ്റെ മുഖത്ത് പ്രത്യേകമൊരു സന്തോഷമാണ്. ഫുഡാണെങ്കിലും വളരെ ആലോചിച്ചു മാത്രമേ ഇദ്ദേഹം കഴിക്കുകയുള്ളൂ. ഇതിൻ്റെ അവസാനഘട്ട നടപടി പുരോഗമിച്ചു വരികയാണ്. കൂട്ടത്തിലൊരുത്തൻ പുറംതിരിഞ്ഞ് ആടാൻ തുടങ്ങിയാൽ അതിനു പറ്റിയൊരു പാട്ടുപാടി അവസാനിപ്പിക്കാറാണ് ഇവരുടെ പതിവ്. എല്ലാം ആലോചിച്ച് ചെയ്യുന്ന സോജപ്പൻ കഴിച്ച മുള്ള് കളയണോ വേണ്ടയോ